കുടുംബി സേവാ സംഘത്തിന്റെ 61ാമത് സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 21-ന് പറവൂർ ടൗൺ ഹാളിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് എ.എസ്. ശ്യാംകുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗോവ യുവജന കലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഡോക്ടർ രമേശ് തവാഡ്കർ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ. കുടുംബി സേവാ സംഘത്തിന്റെ 61ാമത് സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 21-ന് പറവൂർ ടൗൺ ഹാളിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് എ.എസ്. ശ്യാംകുമാർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഗോവയിലെ യുവജന കലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഡോക്ടർ രമേശ് തവാഡ്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുൻബി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിയായിട്ടുള്ള ഡോക്ടർ രമേശ് തവാഡ്കറാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമ്മേളനത്തിലുള്ളത് ഞങ്ങളുടെ സമുദായ ആചാര്യനായിട്ടുള്ള ഗാന്ധി കൃഷ്ണനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഉൾപ്പെടുന്ന ഒരു പുസ്തകം കൊങ്ങിണി സാഹിത്യ അക്കാദമിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ഡി നവീൻ കുമാർ എഴുതുകയും ആ പുസ്തകം ഈ സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുകയാണ്. പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി.ആർ. സുരേഷ് നയിക്കുന്ന പതാക ദീപശിഖ ജാഥ രാവിലെ 8 മണിക്ക് പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് വി.ആർ. നാരായണന്റെ സ്മരണകൾ ഉണർത്തുന്ന വരാപ്പുഴയിലെ വസതിയിൽ നിന്നും ആരംഭിച്ച് സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. 1500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും കലാകായിക രംഗത്തെ പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങളും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങളും സമ്മേളനത്തിൽ വിതരണം ചെയ്യും. കുടുംബി സമുദായത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാരിലേക്ക് ശുപാർശ അയക്കുക, പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതുവരെ കേരള സംസ്ഥാനത്തിൽ 1% തൊഴിൽ സംവരണം ലഭ്യമാക്കുക തുടങ്ങിയ സംവരണ അവകാശങ്ങൾ അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാർ നയങ്ങൾക്കെതിരെ സമ്മേളനത്തിൽ പ്രതിഷേധമുയരും. സംസ്ഥാന പ്രസിഡന്റ് എ.എസ്. ശ്യാംകുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി.എസ്. ശരത് കുമാർ, വൈസ് പ്രസിഡന്റുമാരായ കെ.ആർ. ജയപ്രസാദ്, സി.എൽ. വിജയൻ, ട്രഷറർ ഇ.എൽ. അനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറി ടി.ആർ. രാജേഷ്, കെ.വൈ.എസ്. സംസ്ഥാന പ്രസിഡന്റ് ബിനീഷ് ബാലചന്ദ്രൻ, പബ്ലിസിറ്റി കൺവീനർ ടി.എസ്. സെൽവരാജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാജഭരണാധികാരത്തിൽ ഡിപ്രസ്ഡ് ക്ലാസ്സിന് കുടുംബി സമുദായത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്ന് അവകാശങ്ങൾ തന്നായിരുന്നു, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ തന്നായിരുന്നു. പക്ഷേ ജനാധിപത്യ ഗവൺമെൻറ് വന്നപ്പോഴത്തേക്കും ആ കിട്ടിയ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയും അന്ന് ഡിപ്രസ്ഡ് ക്ലാസ്സിലുണ്ടായിരുന്ന സമുദായങ്ങളെല്ലാം ഇന്ന് പട്ടികജാതിയിലോ പട്ടിക വർഗത്തിലോ ഉണ്ട്. കുടുംബി സമുദായത്തെ മാത്രമാണ് ഒരു ജാതീയമായിട്ടൊരു ദൃഷ്ടി കൽപ്പിച്ചിട്ട് അതിൽ നിന്നും മാറ്റി നിർത്തിയേക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.